ഹായ് ഹലോ, എല്ലാവർക്കും ഒയാസിസ് പ്രോപ്പർട്ടീസിൻ്റെ മറ്റൊരു പുതിയ വീടിൻ്റെ വിശേഷങ്ങളിലേക്ക് ഹൃദ്യമായ സ്വാഗതം. മനോഹരമായൊരു വില്ല പ്രൊജക്റ്റിൻ്റെ, അതും ഗേറ്റഡ് വില്ല കമ്മ്യൂണിറ്റിയുടെ ഭാഗമായി വരുന്ന നല്ലൊരു വീടിൻ്റെ വിശേഷമാണ് ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വീഡിയോയിലേക്ക് കടക്കുന്ന മുമ്പ് എല്ലാവർക്കും ഒയാസിസ് പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ലൊക്കേഷൻ വരുന്ന എറണാകുളം ജില്ലയിലാണ് കേട്ടോ. എറണാകുളം ജില്ലയിൽ കാക്കനാടിന് സമീപം പൂക്കാട്ടുപടിക്ക് വളരെ അടുത്തായാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. ബസ് റൂട്ടിൽ നിന്നും ഏതാണ്ട് ഒരു 300 മീറ്റർ മാത്രം ദൂരത്തായാണ് ഈ പ്രൊജക്റ്റ് വരുന്നത്. ധാരാളം വീടുകളെല്ലാം ഉള്ള ഒരു പ്രൊജക്റ്റാണ്. 80% വീടുകളും ഓൾറെഡി ഓക്യുപ്പൈഡ് ആയി കഴിഞ്ഞു. ഈ വീട് പുതുതായി പണിതാണ്. ഈ വീട് വരുന്നത് 4.5 സെൻറ്റിലാണ് കേട്ടോ. 4.5 സെൻറ്റിൽ 2000-ഓളം സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂമാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. മനോഹരമായ ഒരു ഏരിയയിൽ വരുന്ന ഈ വീട് നല്ല റോഡ് സൗകര്യം അവൈലബിൾ ആണ്. ഏതൊരു വലിയ വാഹനം ഈസി കടന്നു വരാവുന്ന വീതി കൂടിയ റോഡ് സൗകര്യത്തോടു കൂടി തന്നെയാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. നമ്മുടെ ഈ ലൊക്കേഷനിൽ നിന്നും കാക്കനാട് ഇൻഫോ പാർക്കിലേക്കെല്ലാം ഒരു 8 കിലോമീറ്റർ ദൂരവും, ആലുവ ടൗണിലേക്കാണെങ്കിൽ 6 കിലോമീറ്റർ ദൂരവും, ഞാൻ നേരത്തെ സൂചിപ്പിച്ചു ജംഗ്ഷനിലേക്ക് ജസ്റ്റ് വാക്ക് ഡിസ്റ്റൻസ് മാത്രം ദൂരവും, അതുമാത്രമല്ല ആലുവ രാജഗിരി ഹോസ്പിറ്റലിലേക്ക് ഒരു 2.5-3 കിലോമീറ്റർ മാത്രം ദൂരവും, കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്കാണെങ്കിൽ ഒരു 14 കിലോമീറ്റർ ദൂരം, കൊച്ചിൻ ഇൻ്റർനാഷണൽ സ്കൂളിലേക്കാണെങ്കിൽ ഒരു 2.5 കിലോമീറ്റർ ദൂരം, എടപ്പള്ളിയിലേക്ക് ഒരു 13 കിലോമീറ്റർ മാത്രം ദൂരവുമാണ് വരുന്നത്. വീടിൻ്റെ ദർശനം വരുന്ന വടക്ക് ദിക്കിലേക്കാണ്. നല്ല വലിപ്പമുള്ള മുറ്റം ഇവന് അവൈലബിൾ ആണ്. 2 വലിയ കാറും ഒരേ സമയത്ത് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് നമുക്ക് ലഭിക്കുന്നുണ്ട്. മാത്രമല്ല ഈ വീടിൻ്റെ വാട്ടർ സോഴ്സിനായി നൽകിയിരിക്കുന്നത് കിണർ വെള്ളമാണ് കേട്ടോ. കിണർ വെള്ളം കൂടാതെ KW കണക്ഷൻ നമുക്ക് അവൈലബിൾ ആണ്. വീടിൻ്റെ മുൻവശത്തായി കടുപ്പാക്കൽ ലഭിച്ചിരിക്കുന്നത്. അതിൽ ആർട്ടിഫിഷ്യൽ ഗ്രാസും നൽകിയിട്ടുണ്ട്. വലിയൊരു സിറ്റ് ഔട്ടാണ് വീടിന് നൽകിയിരിക്കുന്നത്. മെയിൻ ഡോറ് 2 പാളികളിലായാണ് ചെയ്തിരിക്കുന്നത്. ഇത് ഓപ്പൺ ചെയ്ത് നേരെ കയറി ചെല്ലുന്നത് ഗസ്റ്റ് ലിവിങ് സ്പേസിലേക്കാണ്. മനോഹരമായ മെയിൻ ഡോറാണ് നമ്മൾ ഈ കണ്ടത്. ഡബിൾ ഹൈറ്റിലാണ് കേട്ടോ ഈ ലിവിങ് സ്പേസ് നിർമ്മിച്ചിരിക്കുന്നത്. വലിയൊരു TV യൂണിറ്റ് മൾട്ടിവുഡിൽ തന്നെ ചെയ്തിരിക്കുന്നു. മനോഹരമായൊരു ഏരിയയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നിന്നും ഡൈനിങ് സ്പേസിലേക്ക് ഒരു എൻട്രി വരുന്നുണ്ട്. ഡൈനിങ് സ്പേസും ഈ ലിവിങ് സ്പേസും തമ്മിൽ മൾട്ടിവുഡിൽ തന്നെ പാർട്ടീഷനെല്ലാം ചെയ്ത് ഭംഗിയാക്കിയിരിക്കുന്നു. വലിയ വെട്രിഫൈഡ് ടൈൽസുകളാണ് ഫ്ലോറിങ്ങിനായി നൽകിയിരിക്കുന്നത്. ധാരാളം വെന്റിലേഷൻ സൗകര്യങ്ങളെല്ലാം നൽകി നല്ല മനോഹരമായ രീതിയിലാണ് ഈ ഒരു ഏരിയ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇവിടെ നിന്നും നെക്സ്റ്റ് എൻട്രി വരുന്നത് ഇവിടുത്തെ ഡൈനിങ് ഏരിയയിലേക്കാണ്. നല്ലൊരു സ്പേഷ്യസ് ആയ ഡൈനിങ് ഏരിയയാണ് നമുക്കിവിടെ ലഭിക്കുന്നത്. ഒരു 8-10 പേർ കപ്പാസിറ്റിയുള്ള ഡൈനിങ് ടേബിൾ യൂസ് ചെയ്യാനുള്ള സ്പേസ് നമുക്കിവിടെ ലഭിക്കുന്നുണ്ട്. ഇവിടെ നിന്നാണ് ഫസ്റ്റ് ഫ്ലോറിലേക്കുള്ള സ്റ്റെയർകേസും നൽകിയിരിക്കുന്നത്. ഒരു മാറ്റ് ഫിനിഷിലാണ് ഇവിടുത്തെ ടൈൽസുകൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഒതുങ്ങിയ രീതിയിൽ സ്റ്റെയർകേസിൻ്റെ അടിഭാഗത്തായിട്ടാണ് ഇവിടുത്തെ വാഷ് കൗണ്ടർ നിർമ്മിച്ചിരിക്കുന്നത്. ടേബിൾ ടോപ്പ് വാഷ് കൗണ്ടറാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. സെറയുടെ സാനിറ്ററി ഫിറ്റിംഗ്സുകളാണ് ഇതിനു വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത്. എറണാകുളത്തിൻ്റെ ഏതൊരു ഭാഗത്തേക്കും ഈസിലി ആക്സസ് ലഭിക്കുന്ന ഒരു ഏരിയയിലാണ് കേട്ടോ ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. തൃപ്പൂണിത്തുറ സൈഡിലേക്ക് ആയാലും, കോലഞ്ചേരി, അതുപോലെ തന്നെ കിഴക്കമ്പലം സൈഡിലേക്ക് ആയാലും, കാക്കനാട് ഏരിയയിലേക്കായാലും, ആലുവ സൈഡിലേക്കായാലും ഈസിലി ആക്സസ് ലഭിക്കുന്ന ഒരു ഏരിയയിലാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. മനോഹരം ഒരു ഓപ്പൺ കിച്ചണാണ് കേട്ടോ ഈ വീടിന് നൽകിയിരിക്കുന്നത്. ധാരാളം കബോർഡ് വർക്കുകളെല്ലാം ചെയ്ത് ഭംഗിയാക്കിയിരിക്കുന്നു. കിഴക്കോട്ടാണ് കിച്ചണിൻ്റെ കുക്കിംഗ് ചെയ്യുന്ന ഒരു ദിക്ക് വരുന്നത്. മാത്രമല്ല മാറ്റ് ഫിനിഷുള്ള ടൈൽസുകൾ ഫ്ലോറിങ്ങിനായും നൽകിയിട്ടുണ്ട്. ധാരാളം വെന്റിലേഷൻ സൗകര്യങ്ങളെല്ലാം നൽകി മനോഹരമാക്കിയിരിക്കുന്നു. കിച്ചണോട് ചേർന്ന് തന്നെ വലിയൊരു വർക്ക് ഏരിയ നിർമ്മിക്കാനുള്ള സ്പേസും ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. 2 ബെഡ്റൂമുകളാണ് ഗ്രൗണ്ട് ഫ്ലോറിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ഫസ്റ്റ് ബെഡ്റൂം നമുക്കൊന്ന് കാണാം. ടോട്ടലായി വരുന്നത് 4 ബെഡ്റൂമുകളാണ്. ഫസ്റ്റ് ബെഡ്റൂമാണ് നമ്മൾ ഈ കാണുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂം കൂടി തന്നെയാണ് ബെഡ്റൂം ഒരുക്കിയിരിക്കുന്നത്. ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം ചെയ്തിട്ടുണ്ട്. മാത്രമല്ല വലിയ വാർഡ്രോബ് സൗകര്യം നമുക്കിവിടെ അവൈലബിൾ ആണ്. മാറ്റ് പാറ്റേണിലാണ് ടൈൽസ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ബാത്റൂം ആണെങ്കിലും മനോഹരമായ ബാത്റൂം, നല്ല സ്പേഷ്യസ് ആയി തന്നെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. ജാഗോൻ്റെയും അതുപോലെ തന്നെ സെറയുടെയും സാനിറ്ററി ഫിറ്റിംഗ്സുകളാണ് ഇതിനു വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത്. മാറ്റ് പാറ്റേണിലാണ് ടൈൽസുകൾ ഫ്ലോറിങ്ങിലും അതുപോലെ തന്നെ വാൾ ടൈൽസുകളും ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ സെക്കൻഡ് ബെഡ്റൂമാണ് നമ്മൾ ഈ കാണുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂം നൽകിയിട്ടുണ്ട്. വാൾഡ്രോബ് സൗകര്യങ്ങളെല്ലാം അവൈലബിൾ ആണ്. ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം ചെയ്ത് മനോഹരമാക്കിയിരിക്കുന്നു. കൂടാതെ ബാത്റൂം ആണെങ്കിലും നല്ല സ്പേഷ്യസ് ആയി തന്നെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. കൺസീൽഡ് ആയിട്ടാണ് ബാത്റൂം നിർമ്മിച്ചിരിക്കുന്നത്. സെറയുടെയും ജാഗോൻ്റെയും സാനിറ്ററി ഫിറ്റിംഗ്സുമാണ് ഇതിനു വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത്. നമുക്കിനി ഇവിടുത്തെ ഫസ്റ്റ് ഫ്ലോർ ഒന്ന് കാണാം. സ്റ്റെയർകേസ് ആണ് നമ്മൾ ഈ കാണുന്നത്. മനോഹരമായ സ്റ്റെയർകേസ്.
വുഡൻ ഫിനിഷിലാണ് ടൈൽസുകളെല്ലാം ഫ്ലോറിങ്ങിന് നൽകിയിരിക്കുന്നത്. മാത്രമല്ല ഹാൻഡ് റെയിലിനായി GS കോട്ട് വുഡുമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നേരെ കയറി ചെല്ലുന്ന അപ്പോൾ ലിവിങ് സ്പേസിലേക്കാണ്. നല്ല സ്പേഷ്യസ് ലിവിങ് സ്പേസാണ് നമുക്ക് ലഭിക്കുന്നത്. 2 ബെഡ്റൂമുകളും ഒരു യൂട്ടിലിറ്റി ഏരിയയും കൂടാതെ ഒരു ബാൽക്കണിയുമാണ് നമുക്ക് ഈ ഒരു ഏരിയയിൽ നൽകിയിരിക്കുന്നത്. വലിയൊരു ഹാങ്ങിങ് ലൈറ്റ് എല്ലാം മനോഹരമായ രീതിയിൽ തന്നെ ഡിസൈൻ ചെയ്തിരിക്കുന്നു. വാളുകളിൽ പർഗോളകൾ നൽകിയിട്ടുണ്ട്. 3rd ബെഡ്റൂമാണ് നമ്മൾ ഈ കാണുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂം നൽകിയിട്ടുണ്ട്. ഇവിടുത്തെ എല്ലാ ബെഡ്റൂമുകളും ഏതാണ്ട് ഒരു 12, 13, 12, 14, 12, 10 എന്ന അളവിലെല്ലാമാണ് വരുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂം നൽകിയിട്ടുണ്ട്. സെറയുടെ സാനിറ്റൈസേഴ്സുകളാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇവിടുത്തെ ലാസ്റ്റ് ബെഡ്റൂമാണ് നമ്മൾ ഈ കാണുന്നത്. ഈ ബെഡ്റൂമിൽ നിന്നും ബാൽക്കണിയിലേക്ക് ഒരു എൻട്രി വരുന്നുണ്ട്. കൂടാതെ ഫോൾ സീലിംഗ് വർക്കുകളും അതുപോലെ തന്നെ വാൾഡ്രോബ് സൗകര്യങ്ങളെല്ലാം നൽകി ഭംഗിയാക്കിയിട്ടുണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂം അവൈലബിൾ ആണ്. സെറയുടെ സാനിറ്റൈസേഴ്സുകളാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇതുകൂടാതെ നമുക്കൊരു ബാൽക്കണി, നല്ല സ്പേഷ്യസ് ബാൽക്കണി അവൈലബിൾ ആണ്. ഇവിടെ എല്ലാം സീലിംഗ് വർക്കുകളെല്ലാം ചെയ്ത് സിലിണ്ടർ ലൈറ്റുകളെല്ലാം നൽകിയിട്ടുണ്ട്. കൂടാതെ ഹാൻഡ് റെയിലിനായി ടഫൻ ഗ്ലാസ് ആണ് നൽകിയിരിക്കുന്നത്. ഇതിന് പുറമെ നമുക്കൊരു യൂട്ടിലിറ്റി ഓപ്പൺ സ്പേസ് കൂടി അവൈലബിൾ ആണ്. 4.5 സെൻറ്റിൽ 2000-ഓളം സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂമായി വരുന്ന ഈ വീടിൻ്റെ വില വരുന്നത് 89 ലക്ഷം രൂപയാണ്. വില തീർച്ചയായും നെഗോഷ്യബിൾ ആണ്. സൈറ്റ് വിസിറ്റിങ്ങിനായി ഒയാസിസ് പ്രോപ്പർട്ടീസിൻ്റെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. എല്ലാ ബാങ്കുകളുടെ ലോൺ സൗകര്യവും ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കൂടാതെ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കാനും മറക്കില്ലേ. മറ്റു വീടിൻ്റെ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.